ഹലോ ഗായ്സ്, നമ്മളിൽ ഇന്ന് ലെറ്റ്സ് പ്ലേ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒന്നാമത്തെ എപ്പിസോഡ്. ഇന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ എന്തെങ്കിലും വുഡ് മൈൻ ചെയ്ത് തുടങ്ങാം. ഇത് ഫസ്റ്റ് ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മൾ ഇതിനെ പൊട്ടിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ഡേർട്ട് ബ്ലോക്ക് ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. അപ്പോൾ ഞാൻ അറിയാണ്ട് പൊട്ടിച്ചെടുക്കില്ല. ഇനി ബാക്കി മരങ്ങൾ പൊട്ടിച്ചെടുക്കാം. ഇതെന്ത് ലീവ്സ് പൊട്ടി? തമ്പരാനറിയാം. ഇത് ഫുള്ള് പൊട്ടിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഡയമണ്ടൊക്കെ കണ്ടുപിടിക്കണമെന്ന്. ചിലപ്പോൾ കിട്ടായിരിക്കും, അറിയില്ല. ഏർലി ഗെയിമാണ് ഇച്ചിരി പാട്. ലൈറ്റർ അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഈസിയാണ്. ഇത് മൈൻക്രാഫ്റ്റ് ഞാൻ അതിന് മുമ്പ് കളിച്ചിട്ടുണ്ട്, പക്ഷെ അന്ന് എനിക്ക് അക്കൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ അടുത്ത് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വെച്ചിട്ട് നമ്മൾ തുടങ്ങി. മുമ്പത്തെ ആ വേൾഡ് ഞാൻ കളിച്ചിട്ടുണ്ട്, അതായത് മറ്റേ പാരറ്റിൻ്റെ. അല്ലാണ്ട് ഞാൻ പിന്നെ കളിച്ചിട്ടില്ല. നമുക്കിവിടെ നോക്കാം, നല്ല എന്തെങ്കിലും വില്ലേജ് എന്തെങ്കിലും കിട്ടുന്നു. ഇവിടെ ഒന്നുമില്ലേ? അപ്പുറത്തൊരു ഐലൻഡ് ഉണ്ട്. അപ്പോൾ അയ്യോ ശരി, അതെന്ത് പറ്റിയത്? ഗുണാക്കിയവാ. ആള് പേടിച്ചു പോയി. മൈൻക്രാഫ്റ്റിൻ്റെ ഒരു കാര്യങ്ങളെ. അപ്പുറത്തെ ഐലൻഡിൽ പോയി നോക്കാം. ഇവിടെ ഒരു വലിയ മല കാണുന്നുണ്ട്. എവിടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ മലയുടെ മുകളിൽ പോയി നോക്കാം. അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണും പറ്റും. നമുക്ക് വേഗം കിട്ടട്ടെ. വേഗം മലയുടെ മുകളിലേക്ക് പോകണം. ഡയമണ്ട് കണ്ടുപിടിക്കാനുള്ളതാണ്. കിട്ടുകയാണോ? ഗൈസ്, നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് 1 ലൈക്കാണ്, വെറും 1 ലൈക്ക്. ഗൈസ്, അവിടെ ഒരു വില്ലേജ് ഉണ്ട്. താഴത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് പോവാം. ഇന്ന് തന്നെ ഫുൾ അയൺ ആർമർ ആക്കണം. ടോൾസ് ആക്കാൻ പറ്റുമെന്ന് അറിയില്ല. വല്ല അയൺ കിട്ടുമോ ആർക്കറിയാം. അയൺ കുളത്തിനെ കൊന്നു കഴിഞ്ഞാൽ 3-4 അയൺ കിട്ടും, ചിലപ്പോൾ 5 അയൺ കിട്ടും. നോക്കാം. നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കാം. നമുക്കൊരു വുഡൻ പിക്കെക്സ് ഉണ്ടാക്കിയിട്ട് കുറച്ച് സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കാം. കുറച്ച് സ്റ്റോൺ വേണം. സ്റ്റോൺ ഒരു 20-21 സ്റ്റോൺ എടുക്കാം. കോബിൾ സ്റ്റോണാണ് കിട്ടുന്നത്. എനിക്കൊരു കാര്യം മനസ്സിലാവണില്ല, ഈ സ്റ്റോൺ എടുത്ത് പൊട്ടിക്കുമ്പോൾ എങ്ങനെയാണ് ഈ കോബിൾ സ്റ്റോൺ ആയിട്ട് കിട്ടുന്നത്? ഇപ്പോഴും ഡൗട്ടുണ്ട്. പിന്നെ ഗൈസ്, സെർവറിൻ്റെ വീഡിയോ ഈ അടുത്ത ദിവസങ്ങളിൽ വരും. സെർവറിൽ ഒരു കാര്യമായിട്ട് പ്രശ്നങ്ങൾ നടക്കും. പിന്നെ ഈ സെർവറിൽ കുറച്ചായിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ചായിട്ടുണ്ട്. എനിക്കൊരു ആ സെർവറിൽ ഡയമണ്ട് ആർമറും ടൂൾസും ആയുണ്ട്. പിന്നെ ഡയമണ്ട് ആർമറും ടൂൾസും ആയുണ്ട്. ഇതുവരെയായിട്ട് ഒന്നും ആയിട്ടില്ല. നമ്മൾ ഈ ഒരു മാസം ആകുമ്പോഴാണ് സെർവർ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എന്നിട്ട് നമുക്ക് കണ്ടിന്യൂസ് വീഡിയോസ് ഇടാൻ നോക്കണം. ഇവിടെ ഇപ്പം എനിക്ക് ലീവ് ഒന്ന് കിട്ടിയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റുന്നത്. ലീവ് കിട്ടുമ്പോഴേ ഇടാൻ പറ്റുള്ളൂ. എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ അതാണ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയല്ല, എന്നാലും എക്സാം
ആവാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസാണ്. അപ്പോൾ കളിക്കാൻ നേരം കിട്ടണില്ല. നമുക്ക് ഈ അയൺ ഗോൾ തന്നെ നൈസായിട്ട് തല്ലിക്കൊല്ലാം. എന്നിട്ട് അവൻ്റെ അയൺ വെച്ചിട്ട് നമുക്കൊരു അയൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് ഡയമണ്ട് മൈൻ ചെയ്യാൻ പോവാം. പിന്നെ ഈ വേൾഡിൽ നമ്മൾ ആക്ഷൻ സ്റ്റഫ് എന്ന് പറഞ്ഞിട്ടൊരു മോഡ് ഇട്ടുണ്ട്. സ്വതിയെണ്ണം കളിക്കണില്ലേ ഇപ്പോൾ ഒരു പുതിയ വേൾഡ്, പുതിയെന്ന് പറഞ്ഞാൽ 2-3 മാസമായിട്ടുണ്ട് എന്തായാലും. ആ വേൾഡിൽ ആണ് ഈ മോഡ് തന്നെ ഇട്ടിട്ടുള്ളത്. നല്ല ജലദോഷമുണ്ട് ഗൈസ്. എന്തായാലും നമുക്കൊരു ഫർണസ് ഉണ്ടാക്കാം. ഈ വുഡ് നമുക്ക് കരിയിച്ചിട്ട് നമുക്ക് ചാർക്കോൾ ഉണ്ടാക്കാം. കോള് കിട്ടാനില്ല, കിട്ടും ചിലപ്പോൾ, ഒന്ന് പോയി നോക്കിയാൽ. എന്തായാലും നമുക്ക് ചാർക്കോൾ ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ കുറച്ചധികം വുഡ് എടുത്ത് കുറച്ച് 2 വുഡ് എടുത്തിട്ട് നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഒരു ലോഗ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കത് ഫുള്ള് അതിക്ക് 4 എണ്ണം അത് ഉണ്ടാകും. എന്നിട്ട് 2 എണ്ണം വെച്ചിട്ട് ഞാൻ സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് അയൺ പിക്കാക്സ് ഉണ്ടാക്കാൻ പോവാം. യെസ് ഗൈസ്, അയൺ പിക്കാക്സ് ഉണ്ടാക്കാൻ പോവാണ്. യെസ്, ഉണ്ടാക്കി ഗൈസ്. നമുക്ക് വേഗം യെസ് ഗൈസ് നമുക്കൊരു സ്റ്റോൺ സോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ചാർക്കോൾ എടുക്കാം, കാരണം കൂടി എടുക്കാം. നമുക്ക് പ്ലാങ്ക് ആക്കാം, വീണ്ടും സ്റ്റിക്ക് ആക്കാം. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ടോർച്ച് ഉണ്ടാക്കാം. പാവും 2 എണ്ണം കൂടി 2 എണ്ണം. യെസ്, വേഗം വേഗം വേഗം. യെസ് ഗൈസ്, നമുക്ക് അവസാനത്തെ 2 കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് പൊട്ടിച്ചെടുക്കാം. ഫുഡ് കിട്ടാൻ വഴിയുണ്ടോ എന്ന് നോക്കണം. ഒരു ബെഡ് ഒപ്പിക്കണം. ഉണ്ടല്ലേ, ബെഡ് എൻ്റെ ഉണ്ടാ ഉണ്ടെന്ന് തോന്നുന്നു. അയ്യോ, ഫുഡ് എടുക്കാൻ പറഞ്ഞു, പെട്ടെന്ന് ഓർത്തില്ല. അവിടെ ഒരു കേവ് കണ്ടു ഗൈസ്, നമുക്ക് അങ്ങോട്ട് എന്തായാലും പോവാം. ഇല്ല, ക്യാരറ്റ് എടുക്കാം. കുറച്ച് വില്ലേജസ് ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഈ വില്ലേജസിന് ആവശ്യം വരും. നമുക്ക് ക്യാരറ്റ് എടുക്കില്ലടാ, എനിക്ക് വേണം. ക്യാരറ്റ് എനിക്കുള്ളതാ, നിങ്ങൾ നട്ടോ, ഞാനാ തിന്നോണ്ട്. നിങ്ങൾ പണിയെടുക്കും, ഞാൻ തിന്നും. മനസ്സിലായോ വില്ലേജസ്? ഗൈസ്, നമുക്ക് വില്ലേജസിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി ഫുഡ് എടുക്കുക. അയ്യോ, ക്യാരറ്റ് ഡ്രോപ്പാക്കി, ആവശ്യമുള്ളതാ. ഞങ്ങൾ സ്വിച്ച് ചെയ്യാൻ നോക്കിയതാ. ബഗ് റോക്ക് എഡീഷൻ്റെ കാര്യങ്ങൾ ഓരോന്നുണ്ട്. ഞാൻ മുമ്പൊരു ലെറ്റ്സ് പ്ലേ സീരീസ് അല്ല, എൻ്റെ ഒരു വേൾഡ് അന്ന് സൈൻ ഇൻ ഇല്ല. അപ്പോൾ അത് പോയി, സൈൻ ഇൻ ചെയ്തപ്പോൾ പോയതല്ല, അത് ഒന്ന് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു മൈൻക്രാഫ്റ്റ്. അപ്പോൾ ആ വേൾഡൊക്കെ പോയി. പിന്നെ സൈൻ ഇൻ ചെയ്തപ്പോൾ ആ വേൾഡ് തിരിച്ച് കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അന്നുണ്ടാക്കിയൊരു വേൾഡ് ഉണ്ട്. ആ വേൾഡിനകത്തൊരു അടിപൊളി ഗ്ലിച്ച് ഞാൻ കണ്ടു. ഞാനൊരു സ്ഥലത്തേക്ക് ബോട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് ഞാൻ കരയിൽ കയറിയിട്ട് മറ്റേ ബബിൾസ് കുറഞ്ഞുകൊണ്ടിരിക്കുക, ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ ബബിൾസ് കൂടിയിട്ട് ചാവണു.
എന്നിട്ട് ഞാൻ കരയിലുണ്ടാ കരയിൽ. എന്നിട്ട് ഇവിടെ ഞാൻ ചത്തിട്ട് പറയാ പ്ലെയർ ഡ്രൗണ്ട്. എന്തൊരു കഷ്ടമാണെന്ന് വിചാരിച്ച്. എന്നിട്ട് എൻ്റെ കുറേ ഐറ്റംസ്, ഒരു 5 ഡയമണ്ടും ഫുള്ള് അയൺ ആർമറും കുറേ ഫുഡും കുറേ സംഭവം റെഡ് സ്റ്റോണും ഗോൾഡൊക്കെ പോയി. എന്താ പറയാനാ ഗൈസ്. നമുക്ക് ഇവിടെ താഴത്തേക്ക് ഇറങ്ങാം. ഡേർട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം കിട്ടും ഗൈസ്. നമുക്കിത് കുറച്ചുകൂടി എടുത്തിട്ട് നമുക്ക് നേരെ താഴത്തേക്ക് ചാടാം. കുറച്ച് വെള്ളം പോട്ടെ ഗൈസ്, നമുക്ക് ചാടാം. വെള്ളം പോയിന്ന് തോന്നുന്നു, നമുക്ക് ചാടാം. ഗൈസ് നമ്മൾ താഴത്തെത്തിയിട്ടുണ്ട്. ഒരു ബിഗിനർ ലെവലാണ്. അതായത് ഒരു വേൾഡ് ഞാൻ കളിച്ചിട്ടുണ്ട് പക്ഷെ സൈൻ ഇൻ ചെയ്യുന്നതിന് മുമ്പ്. പിന്നെ കളിച്ചത് മറ്റേ എന്താ പറയുക, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പാരറ്റായിട്ട് കളിച്ചത്. ഓക്കെ ഗൈസ്, അത് ക്രീപ്പർ പൊട്ടി തെറിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഫുൾ ടോർച്ച് വയ്ക്കാം. ടോർച്ച് വെച്ചിട്ട് നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഓർസൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ട് നമുക്ക് ടോർച്ച് വെച്ചിട്ട് അവിടെ മോബ്സ് സ്പോണോ അത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് പോയിട്ട് മൈൻ ചെയ്യാം. നമുക്ക് എന്തെങ്കിലും കുറച്ച് അയണം എടുത്തിട്ട് പോവാം. വേഗം പോകണം. മോബ്സ് സ്പോൺ ചെയ്യുന്ന തോന്നുന്നുണ്ട്. ഗൈസ് മോബ്സ് സ്പോൺ ചെയ്യുന്നുണ്ട്. ആടാ അടിക്കാം. ഈ സമയം നമുക്ക് അടിക്കാം. നല്ലത്. അവനൊന്നും നമുക്ക് സീനുള്ളതല്ല. മറ്റവനോടെ പോയി ഗൈസ്. അവിടെ മുകളിൽ കുറച്ച് അയണ്ട് ഇട്ടാ നമുക്കിവിടെ ഒക്കെ ലൈറ്റ് അപ്പ് ചെയ്ത് വയ്ക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഈ അയണും കൂടി എടുത്തിട്ടുണ്ട്. എന്തായാലും മുകളിൽ കയറണ്ട, ഇവിടെ വരെ വന്നതല്ലേ, ഫൈറ്റ് ചെയ്തിട്ടേ പോകുമ്പോൾ. ഓ ഗൈസ്, ഇവിടെ നിറച്ച സോംബിയാണല്ലോ. അയ്യോ അയ്യോ. ഇങ്ങോട്ട് പോവാം ഗൈസ്. ഈ ഒരു സ്കെൽഡൻ മൂടാം. ഇവിടെ അയണൊക്കെ ഉണ്ട്. നമുക്ക് അവനെ നൈസായിട്ട് തട്ടാൻ നോക്കാം. അയ്യോ അയ്യോ, ഒരു ക്രീപ്പർ. മനുഷ്യനെ പേടിപ്പിച്ചു. നമുക്ക് അടിച്ചോന്നിട്ട് പോവാൻ നൈസായിട്ട് അടിക്കാം. അയ്യോ അയ്യോ, ഫുൾ ഡാമേജ്. അയ്യോ ഗൈസ്, അയ്യോ ഗൈസ്, നമ്മൾ സ്പോണിലാണ് വീണ്ടും വന്നിട്ടുള്ളത്. ശരിയാ ഗൈസ്, നമുക്ക് തിരിച്ചങ്ങോട്ട് തന്നെ പോണം. അയ്യോ വേഗം പോണം, ഐറ്റംസ് ഡീസ്പോൺ ആവണതിന് മുമ്പ്. ഗൈസ്, ഇത് ചിലപ്പോൾ ഇച്ചിരി വലിയ വീഡിയോ ആവാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ അയ്യോ, അവിടെ ഒരു ട്രൈഡൻ്റ് കൊണ്ട് എടുത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ ഈ പ്രാവശ്യത്തെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ സീസണിലെ ഗോള് 3 മെയിൻ ഗോൾ വയ്ക്കാം. ഒന്നാമത്തെ ഗോള് മെയിനായിട്ടുള്ള 3 ഗോള്, പിന്നെ വേറെ ഗോൾസ് ഉണ്ടാവും. മെയിനായിട്ട് നമുക്ക് ഡ്രാഗണിനെ കൊല്ലണം, പിന്നെ നെതറൈറ്റ് ആർമർ ഫുള്ള്, പിന്നെ വേറെ ഒരെണ്ണം കൂടി വേണം. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. നമുക്ക് വേഗം പോവാം, അല്ലെങ്കിൽ ഐറ്റംസ് ഡീസ്പോൺ ആവും.
നിങ്ങളിതുവരെ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ കളിച്ച് നോക്കണം, അത് ഉറപ്പാണ്. അടിപൊളി സാധനമാണ്. റിയൽ കളിക്കാൻ പറ്റിയില്ലെങ്കിൽ എപ്പിക്കെങ്കിലും കളിക്കണം, അടിപൊളി സംഭവമാണ്. നൈസ് ഐറ്റംസ് എടുക്കണം. ഒരു പ്രാവശ്യം തൊത്തു, ഇനി ചിലപ്പോൾ ചാവാൻ സാധ്യതയുണ്ട് എപ്പിസോഡിൽ തന്നെ. അതാണ് ഗൈസ്, എനിക്ക് കാര്യമായിട്ട് ഗെയിം അത്ര അറിയില്ല. ഡയമണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. അയൺ പിക്കസ് എടുത്ത് വെച്ചേക്കാം, കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിലോ. അതിൻ്റെ സ്റ്റോൺ പിക്കക്സ് അവിടെ കിടക്കുന്നുണ്ട്, അത് പോയി എടുക്കാം. നമുക്ക് ഇങ്ങോട്ടൊന്ന് പോവാം നൈസായിട്ട്. അയ്യോ ഒരു ക്രീപ്പർ പൊട്ടിത്തെറിക്കി. അയ്യോ ആക്ഷൻ സ്റ്റഫിലെ അനിമേഷനൊക്കെ അടിപൊളി കേട്ടോ. ഒന്നുമില്ലേ, ഡയമണ്ട് പോലും ഇല്ലല്ലോ. സോംബി ഉണ്ട്. ആ ഗൈസ് ഇവിടെ ഡയമണ്ട്. ഗൈസ് നമുക്ക് ഈ ഡയമണ്ട് നൈസായിട്ട് മൈൻ ചെയ്തെടുക്കാം. കുറച്ച് അയൺ ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് വേഗം മോളിക്കെത്തണം. ഇന്നത്തെ ഒരു ഗോൾ കംപ്ലീറ്റ് ആയി, അതായത് ഡയമണ്ട് ഒടിക്കുക. പിന്നെ അടുത്ത ഗോൾ ഫുൾ ഡയമണ്ട് ആർമറാണ്, അത് നമുക്ക് സെറ്റ് ചെയ്യണം. അല്ല ഫുൾ ഡയമണ്ട് ആർമർ അല്ല, സോറി ഫുൾ അയൺ ആർമർ, സോറി തെറ്റി പറഞ്ഞതാ. അടുത്ത ലെറ്റ്സ് പ്ലേ സീരീസ് നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാളുണ്ടാവും. ഗൈസ് നമുക്കിതിൻ്റെ മോളിക്ക് വേഗം കയറണം. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അതുകൊണ്ട് നമുക്ക് മോളിക്ക് കയറാം. നമുക്ക് ഈ ആഴ്ചയിൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ ഫുൾ ഡയമണ്ട് ആർമറാക്കാം. ഒരു 10ാമത്തെ എപ്പിസോഡിന് മുമ്പ് ഫുൾ ഡയമണ്ട് ആർമർ. അയ്യോ നമുക്ക് എറിഞ്ഞിപ്പോൾ ഇങ്ങനെ അയ്യോ ടോർച്ച് അവിടെ നിൽക്കുന്നുണ്ട്, പറ്റണില്ലല്ലോ. കയറാം. അവിടെ എന്താ അവിടെ എന്തോ ഉണ്ടല്ലോ, അവിടെ എന്തോ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. കുറച്ച് ഡീപ്പ് സ്ലേറ്റ് എടുക്കാം നമ്മുടെ കയ്യിലാണ്, വെച്ചേക്കാം. എന്നിട്ട് ഇവിടെ നമ്മൾ നേരത്തെ വന്നത് തന്നെ കുറച്ച് അയൺ എടുക്കാം. ഗൈസ് കുറച്ച് ഗോൾഡ് വയ്ക്കണ്ട, എടുക്കാം. നമുക്ക് വേഗം എല്ലാം എടുത്തിട്ട് വേണം പോവാൻ. ഗൈസ് നമുക്ക് ആ ഗോൾഡൊക്കെ എടുത്തിട്ടുണ്ട്. ഗൈസ് ഇപ്പോഴും കോപ്പർ ഗോളം ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്താൽ പണി കിട്ടും. അതിന് മുമ്പ് എൻ്റെ കൂട്ടുകാരനെ അപ്ഡേറ്റ് ചെയ്തിട്ട് അവൻ്റെ വേൾഡ് അയ്യോ വേണ്ട, സോംബി നമ്മൾ പോവാണ് ഇവിടെ നിന്ന്. കുറച്ച് ഈ അയ്യനോടെ കിടക്കുന്ന എടുക്കാൻ നോക്കുമ്പോൾ സോംബി നടക്കുക. അവിടെ പോയി അയ്യോ ഒളിച്ചൊക്കെ നോക്കുവൻ നമ്മുടെ അടുത്ത കള്ളി. ഗൈസ് നമുക്ക് കുറച്ച് എടുത്തിട്ട് നമുക്ക് നൈസായിട്ട് വേഗം പോവാൻ നോക്കാം. ഹെൽത്ത് തീരെ കുറവാണ്, ഫുഡ് കഴിക്കാം.
ഗൈസ് മുകളിലുള്ളതും കൂടി എടുത്തിട്ട് പോവാം. എന്തായാലും വന്നതല്ലേ, എല്ലാം എടുത്തിട്ട് പോവാം. ഓക്കെ ഗൈസ്, നമുക്ക് ഈ അയൺ എടുക്കാം. ഗൈസ്, നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഹാർഡ് കോർ സീരീസും കൂടി തുടങ്ങുന്നതായിരിക്കും. ഹാർഡ് കോറ് അത്ര വശമില്ല, എന്നാലും ഒരു രീതിയിൽ ഞാൻ കളിച്ച് നോക്കാം. ഹാർഡ് കോർ ഞാൻ കളിച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഞാനൊരു ഫുൾ ഡയമണ്ട് ആർമർ ആയിട്ടാണ് ചത്തത്. അതും സൈലൻസ് ചെയ്യണതിന് മുമ്പ്. സൈലൻസ് ചെയ്യണതിന് മുമ്പ് എനിക്ക് 2 വേൾഡ് ഉണ്ടായിരുന്നു. 3 വേൾഡ്. 2 ലെറ്റ്സ് പ്ലേയും 2 ലെറ്റ്സ് പ്ലേ സീരീസും പിന്നെ ഒരു ഹാർഡ് കോർ സീരീസ് അല്ല, വേൾഡ്. നമുക്ക് നെതറിൽ പോയിട്ട് ഹാപ്പി കാസ്റ്റ് എടുക്കണം. ഹാപ്പി കാസ്റ്റ് വേണം നമുക്ക്. പിന്നെ കോപ്പർ ഗോളും കോപ്പറിൻ്റെ ആർമറൊക്കെ ഒഫീഷ്യൽ അപ്ഡേറ്റിൽ വരാത്തതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫുൾ അയൺ എടുത്തേക്കാം. നമുക്ക് അയൺ മുകളിലൊരു അയൺ കൂടി ഉണ്ട്. അയ്യോ, ഇവിടെ കുറച്ച് അതിനുണ്ട്, അങ്ങോട്ട് പോവാം. നമുക്ക് നൈസായിട്ട് കൊല്ലാം. ഗൈസ്, നമുക്ക് അങ്ങോട്ട് നൈസായിട്ട് പോയിട്ട് ആ സ്കെൽറ്റിനെ നൈസായിട്ട് തട്ടാം ഗൈസ്. അയ്യോ അയ്യോ അയ്യോ, ഒരു സ്കെൽറ്റൻ വേറെ. അയ്യോ 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 ഗൈസ് അയ്യോ, ഉമ്പിടാ ഓക്കെ ഗൈസ്, നമുക്ക് നമ്മളെ അയ്യോ ദാവിയുണ്ട് സ്കെൽറ്റൻ. നമ്മുടെ സോഡ് എടുക്ക്. അയ്യോ ശരിയാ, വീണ്ടും അടിക്കാനല്ലോ. സോഡ് എടുക്കാൻ സമയം എന്താ? അയ്യോ guys, we can do it. half a heart ഉണ്ട്, നമ്മളും ഉണ്ട്. എൻ്റെ ഗൈസ്, നമുക്ക് എന്തായാലും അയ്യോ, അവിടെ വേറെ സ്കെൽറ്റനും കൂടി ഉണ്ട്. നമുക്ക് ഫുഡ്, അയ്യോ എൻ്റെ ഫുഡ് കാണില്ല. എൻ്റെ ഫുഡ് അവിടെ പോയി. എവിടെയെങ്കിലുണ്ടോ ഗൈസ്? ഞാൻ കഷ്ടപ്പെടുത്ത എൻ്റെ ക്യാരറ്റ് നമുക്ക് ഈ ചിക്കനൊക്കെ വന്നിട്ട് നമുക്ക് ഒരു ചിക്കൻ കഴിക്കാം ഗൈസ്. കോഴിക്കുട്ടികളെ കൊന്ന് നമ്മൾ ചിക്കൻ കഴിക്കുന്നു. ചിക്കൻ ഗൈസ്, എന്തായാലും ഇത്രയും കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും 35 ആണല്ലേ വേണ്ടുള്ളൂ ഫുൾ ആർമറും ടൂൾസിനും. അതൊന്നും മതിയാവും. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ആക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് വേഗം ആക്കണം. ഓക്കെ ഗൈസ്, നമുക്ക് വേഗം ആക്കണം. വേഗം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നമുക്ക് ഫുഡില്ല, അതുകൊണ്ട് റോട്ടൺ ഫ്ലഷ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അവൻ ഡീസ്പോൺ ആയിപ്പോയി. നമുക്ക് ടോർച്ച് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇനി മോബ്സ് സ്പോൺ ആവണ്ട. നമുക്ക് നൈസായിട്ട് എടുക്കാം. ഗൈസ്, നമുക്ക് ഈ അയൺ വേഗം എടുക്കണം. അയൺ എടുത്തിട്ട് നമുക്ക് മുകളിൽ പോയിട്ട് ആർമറൊക്കെ ഉണ്ടാക്കണം. കുറേ നേരമായെന്ന് എനിക്കറിയാം. എന്തായാലും
നമുക്ക് ഇതും കൂടി എടുത്തിട്ട് നമുക്ക് വേഗം മോളിലേക്ക് പോവാം. മോളിലേക്ക് പോയിട്ട് നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. കാരണം കുറച്ച് ടൈം കൂടുതൽ. ഗൈസ്, എൻ്റെ ക്യാരറ്റ് കിടക്കണു. ഓ, എൻ്റെ ഫർണസോടെ കിട്ടി. ഓക്കെ ഗൈസ്, നമുക്ക് ഫർണസും കിട്ടി. എനിക്ക് അടുത്തുള്ള ഐലൻഡൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കണം. അയ്യോ. ഓക്കെ ഗൈസ്, നമുക്ക് നല്ല സജഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്കിനി ഈ ഭാവിയിൽ ചെയ്യാൻ പറ്റണേ നമ്മൾ ചെയ്യണം ഉറപ്പായി. ഗൈസ്, നമുക്ക് മോളിൽ കയറാം. ഓ, അതിനു മുമ്പ് ഗൈസ് അവിടെ കുറച്ച് അയൺ കിടക്കുന്നുണ്ട്. കുറച്ച് അയൺ വേഗം എടുക്കാം. യെസ് വി ക്യാൻ കിട്ടാമെന്നൊക്കെ എടുക്കാം. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, നമുക്ക് പിന്നെ വന്നിട്ട് ബാക്കിയുള്ളതൊക്കെ എടുക്കാം. നമുക്ക് നാളെ പോയിട്ട് ഒരു 3 ഡയമണ്ട് കൂടിയും കണ്ടുപിടിക്കണം. 3 ഡയമണ്ട് കൂടിയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ആർമറും ടൂൾസും പിന്നെ ആർമറും ടൂൾസില്ല സോറി, നമുക്കൊരു ഡയമണ്ട് പിക്കാക്സും പറ്റുകയാണെങ്കിൽ 5 ടേബിളും ഒപ്പിക്കണം. ഗൈസ്, നമുക്ക് ബ്ലോക്സ് കുറവാണല്ലോ. നമ്മുടെ ഇൻവെൻട്രിയിലല്ലോ ബ്ലോക്സ് ഉണ്ടോ? ഇല്ല, എന്ന് തോന്നണം. എന്തായാലും നമുക്ക് ഇവിടുന്ന് കുറച്ച് ബ്ലോക്സ് എടുക്കാം. ഒന്നും കൈ കിട്ടുന്നില്ലല്ലോ, ഒക്കെ താഴെ പോയോ. 3 കിട്ടി. എന്താ പ്ലേസ് ചെയ്യാനും പറ്റുന്നില്ല. ഇനി റീച്ച് എത്തിയെന്ന് തോന്നുന്നു. ഗൈസ്, നമുക്ക് വേഗം പോയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് മുകളിലേക്ക് വേഗം കയറണം. ഒരുപാട് നേരം വൈകി. നമുക്ക് നൈസായിട്ട് വേഗം മുകളിലേക്ക് കയറാം. ഈ അയ്യാനൊക്കെ എടുത്തിട്ട് വേഗം ടൈമില്ല. ഫാസ്റ്റ് ഒന്നും നോക്കണ്ട. ബെഡ് കൂടി പൊട്ടിച്ചിട്ട് നമുക്ക് നേരെ മുകളിലേക്ക് കയറാം. അയ്യോ വേഗം ഗൈസ്, നമുക്ക് വേഗം പോകണം. അയ്യോ, അവിടെ ഒരു ക്രീപ്പറുണ്ട്. ക്രീപ്പർ എന്നെ കണ്ടില്ല. ഗൈസ്, ഞാൻ എന്തായാലും ഈ വില്ലേജ് എന്നുണ്ട് ഇടയ്ക്ക് വന്നതാണ്. ഞാൻ ഇവിടെ അടുത്തൊന്നും വീട് ഉണ്ടാക്കണില്ല. കാരണം ഞാൻ ഇച്ചിരി ദൂരമായിട്ട് ഉണ്ടാക്കണേ. എനിക്ക് അപ്പോൾ അവിടെ അടുത്ത് തന്നെ ആയിട്ട് ഇപ്പോഴും അയൺ ഫാം ഉണ്ടാക്കാൻ പറ്റും. അയൺ ഫാം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ ആവശ്യം വന്നാലും നമുക്ക് അയൺ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. ഇവനെന്തിട്ടാ വെക്കണം? വെലിനൊക്കെ വെക്കുന്നുണ്ടോരോന്ന്. നമുക്ക് നൈസായിട്ട് ഇവിടെ കുറേ ഹെയ്ബേലുണ്ട്, എടുക്കാം. വേഗം പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് വേഗം പൊട്ടിച്ചെടുക്കാം. വേഗം ഫാസ്റ്റ് പരമാവധി ഫാസ്റ്റ് ആക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാസ്റ്റ് ആക്കാൻ നോക്കുന്നത് വീഡിയോയുടെ ലെങ്ത്ത് ഇപ്പം തന്നെ നൈസായിട്ട് കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ റെക്കോർഡിങ് ഞാൻ കണ്ടു. അപ്പോൾ എന്തായാലും കുറച്ച് നേരമായതുകൊണ്ട് നമുക്ക് എന്തായാലും നേരം വൈകും. ജസ്റ്റ് ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ വാല്യൂബിൾസ് കൂടെ വയ്ക്കാം. ഈ ബണ്ടിലുള്ള നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം. നമ്മുടെ ഇൻവെൻട്രി സ്ലോട്ട് ഒന്നും കിട്ടുമല്ലോ. ഇൻവെൻട്രിക്ക് സ്ലോട്ട് കിട്ടുമല്ലോ. വേഗം ഗൈസ്, നമുക്ക് ഇപ്പോൾ എത്ര മിനിറ്റായി? പോട്ടെ. എന്തായാലും നമുക്ക് ഫുള്ള് അയൺ ആർമർ ആവാതെ നമ്മളൊന്ന് പോവില്ല ഗൈസ്. ഫുൾ അയൺ ആർമർ ആവണം. ആർമറായിട്ട് നമ്മൾ പൊളിക്കും. സോറി, എന്തോരം തെറ്റുകളാ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.
നമുക്ക് കുറച്ച് ഫുഡ് ആദ്യം ഒപ്പിക്കാം. നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. അയ്യോ, അത് നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ നല്ലത്. ആ നേരം കൊണ്ട് എന്തായാലും സ്മെൽറ്റായി കിട്ടൂല, കുറച്ച് ടൈം നമുക്ക് ലാഭിക്കാം. വേഗം വേഗം അയണ് വേഗമാവട്ടെ. നമുക്ക് ചെസ്റ്റിക്ക് ഡയമണ്ടും അയണൊക്കെ എടുത്ത് വയ്ക്കാം. ഗൈസ്, നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാം. 42 ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, നമുക്ക് ഫുള്ള് പ്രൊഡക്റ്റീവായിട്ട് വേണം ഒന്ന് ചെയ്യാൻ. എല്ലാം പ്രൊഡക്റ്റീവ്, എന്തായാലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം. ഓക്കെ ഗൈസ്, നമുക്ക് ഈ വില്ലേജർമാർ ഉറങ്ങിയ എൻ്റെ ഇവിടെ അടുത്ത് എനിക്ക് ഉറങ്ങാം. എന്താണെന്നറിയില്ല, ആക്ഷൻ സ്റ്റഫിൻ്റെ എന്തോ എററാന്ന് തോന്നുന്നു. നമുക്ക് എല്ലാ ബെഡിൻ്റെ കളറും റെഡായിട്ടാണ് കാണിക്കണേ. എന്തായാലും പോട്ടെ. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. ഈ അയൺ വേഗം സ്മെൽറ്റായിട്ട് വേണം നമുക്ക് ക്രാഫ്റ്റ് ചെയ്യപ്പോഴത്തേനും ആർമർ എന്തെങ്കിലും. അയൺ കുറച്ചായിട്ടുണ്ട്. നമുക്ക് ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാം. ഒന്നല്ല, ഫസ്റ്റ് ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാം. ചെസ്റ്റ് പ്ലേറ്റ് തന്നെ എക്യുപ്പായി. നമുക്ക് ബൂട്ട് ഉണ്ടാക്കാം. നമുക്ക് ഇത് സ്മെൽറ്റ് ആവണ നേരം കൊണ്ട് എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാം. അല്ലോ ഹേബേലൊക്കെ പൊട്ടിച്ചെടുക്കാം. നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കാമല്ലോ. ഓക്കെ ഗൈസ്, നമുക്ക് വേഗം പ്രൊഡക്റ്റീവ് ആക്കിയിട്ട് പ്രൊഡക്റ്റീവ് ഞാൻ അങ്ങോട്ട് പോയി. എവിടെയല്ലേ ഹേബേല്? ഗൈസ്, നമുക്ക് എന്തായാലും ഒരു വലിയ കേവ് കണ്ടുപിടിച്ചിട്ട് കുറേ ഡയമണ്ട് കണ്ടുപിടിക്കണം. നമുക്ക് എന്തായാലും ഒരുപാട് സാധനങ്ങൾ ഒപ്പിച്ചിട്ട് നമുക്ക് സെറ്റാവണം സർവറിൽ. നമ്മളെന്തായാലും ഫോർച്യൂൺ 3 ഒപ്പിച്ചിട്ട് നമ്മൾ ഇനി ഡയമണ്ട് മൈനിങ്ങിന് പോകണല്ലോ. ഒരുപാട് ഡയമണ്ട് കിട്ടുമല്ലോ. നാളെ ഫോർച്യൂൺ 3 ഒപ്പിക്കാൻ പറ്റുമെന്നറിയില്ല. നമുക്ക് എന്തായാലും ഒരെണ്ണം കൂടി ഒപ്പിക്കാം. എന്നിട്ട് നമുക്ക് ആ പിക്കാക്സ് വെച്ചിട്ട് ആ പിക്കാക്സിനെ ഫോർച്യൂൺ 3 ആക്കാം. അതാ കുറച്ചുകൂടി നല്ലത്. വില്ലേജറിനെ ഒപ്പിക്കാം. നമ്മുടെ കയ്യിൽ കുറേ അയണുണ്ട്. അപ്പോൾ ആനുവൽ സെറ്റ്, ആനുവലിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ വേറൊന്നും പ്രത്യേകിച്ച് ഉണ്ടാവില്ല. ഞാനിവിടെ എടുത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കുറച്ചുകൂടി അയണുണ്ട്. നമുക്ക് ഒരു ലെഗിങ്സ് ക്രാഫ്റ്റ് ചെയ്യാം. ഇനി ഹെൽമെറ്റും കൂടി ഉള്ളൂ. മറ്റേ 2 എണ്ണം കൂടി. യെസ് ഗൈസ്, നമുക്ക് 2 എണ്ണം ആയിട്ടുണ്ട്. ഹെൽമെറ്റും കൂടി സെറ്റാക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇത് അഴിച്ചെടുക്കാം. എന്തായാലും ഗൈസ്, നമ്മളങ്ങനെ ആർമറെല്ലാം അഴിച്ചെടുക്കുകയാണ്. ഓക്കെ ഗൈസ്, നമുക്ക് ആർമർ വേഗം അഴിച്ചെടുക്കാം. നമുക്ക് ഇവിടെ നമ്മുടെ കയ്യിലേക്ക് വയ്ക്കാം. കാരണം എന്തായാലും ടൈം ലിമിറ്റ് ഒരുപാടായി. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ടൂൾസൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക്
എന്തായാലും ഗൈസ് ഒന്നും പെട്ടെന്ന് സ്മെൽറ്റ് ആകാൻ പോകില്ല. നമുക്ക് വേഗം വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഞാൻ ഒന്ന് സെറ്റ് ചെയ്യാമല്ലോ. നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാൻ നേരെ. ഓക്കെ ഗൈസ്, നമുക്ക് ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആർമർ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഔട്ട്രോ പറഞ്ഞു കഴിഞ്ഞില്ല. ഓക്കെ ബൈ ഗൈസ്, നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം എന്ന് സെറോക്സ്. ബൈ.